ഇത് വിഷുവിന്റെ തലേ ദിവസം. കഥ തുടങ്ങണത് ഇവിടെ നിന്നിട്ടാണേ. തേങ്ങ ചിരകല്. ആദ്യം പായസം ഉണ്ടാക്കണം. അതാണ് ആദ്യത്തെ പണി. വിഷു ഓണമൊക്കെ അങ്ങോട്ട് വന്നാലേ വീട്ടിലെല്ലാവരും കൂടി അങ്ങോട്ട് ഒരു തേങ്ങ ചിരണ്ടൽ അങ്ങോട്ട് ആരംഭിക്കും. വേറെ ഒരു ദിവസവും ഇത്ര കോർഡിനേഷൻ ഇല്ലെങ്കിലും ഈ ദിവസങ്ങളിൽ ഭയങ്കര കോർഡിനേഷനാണ്. നല്ല രീതിയിൽ കളിച്ച് ചിരിച്ചിട്ടൊക്കെ അങ്ങോട്ട് തുടങ്ങും. കുറച്ച് പണിയൊക്കെ അങ്ങോട്ട് കൂടി മുറുകി കഴിയുമ്പോൾ ചെറിയ ചെറിയ തല്ലുപിടുത്തം, തോണ്ടല്, ചിക്കൽ അങ്ങനെയൊക്കെ ആവും അവസാനം. എന്നാൽ അതൊരു രസമാണ്. അങ്ങനെ നമ്മുടെ പരിപ്പ് പായസം ഏകദേശം റെഡിയാവാറായി. നമ്മളെല്ലാ വർഷവും ഇങ്ങനെ ഉരുളിയിൽ തന്നെ കുറച്ചധികം ഉണ്ടാക്കാറാണ് പതിവ്. വേറൊന്നുമല്ല, നമ്മൾക്കിപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഈസ്റ്റർ, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് തരും. അതുപോലെ തന്നെ നമ്മൾ ഓണം, വിഷുവിനൊക്കെ നമുക്ക് അയൽക്കാരൊക്കെ അപ്പോൾ അവർക്ക് 2, 3 വീട്ടിൽ കൊടുക്കാനും ഉണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ സദ്യക്കുള്ളതും റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ, വിഷു ദിവസം വെളുപ്പിന് കണി കണ്ടാണ് ആരംഭിക്കുന്നത്. വിഷു ദിവസം നമ്മൾ വീട്ടിലാണെങ്കിൽ കണ്ണൊക്കെ പൊത്തിയിട്ട് അമ്മ കൊണ്ടുവന്ന് ഭഗവാനെ കാണിക്കണത് അത് പ്രത്യേക ഒരു ഫീലിംഗ് ആണല്ലേ. എന്നാൽ ഇനിയൊരു സത്യം പറയാം, അമ്മയ്ക്ക് കാൽവേദന ഉള്ളതുകൊണ്ട് മേളിലേക്കൊന്നും കയറി വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം കണ്ണ് പൊത്തിയിട്ട് താഴേക്ക് വന്നിട്ട് ഭഗവാനെ കാണും. പിന്നെ നമ്മൾ അടുത്ത വീട്ടിലുള്ള ആന്റീനെ മംഗളിനെയും കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേ വീട്ടിൽ അച്ഛൻ കുട്ടിക്ക് ഒരു ആഗ്രഹം, പ്ലെയിൻ കാണാൻ പോകണമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നെടുമ്പാശ്ശേരിയിലേക്ക് പോയി. പ്ലെയിനേക്കാളും കൂടുതൽ കണ്ടത് ട്രെയിനായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് തലേദിവസം ഒന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നല്ല പണിയിലായിരുന്നു. അപ്പൊ ഇന്ന് വിഷു കഴിഞ്ഞിട്ട് വൈകിട്ട് രാത്രിയാണ് അതെല്ലാം തുടങ്ങിയത്. അങ്ങനെ ഈ വർഷത്തെ വിഷുക്കാലം കൂടി പോയല്ലേ. ഈ സദ്യയും പായസവും കൂടാതെ തന്നെ വീട്ടിൽ നെയ്യപ്പം, പപ്പടവടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിക്കണതേ, നമ്മളെല്ലാം കുട്ടിക്കാലത്ത് വിഷുവൊക്കെ വരാൻ വേണ്ടി നോക്കിയിരിക്കും, വിഷു കൈനീട്ടം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും, കാത്തിരിക്കും. അത് പ്രത്യേക ഒരു വൈബായിരുന്നല്ലേ. പക്ഷെ പണ്ടത്തെ അത്ര വൈബ് ഇപ്പൊ കിട്ടാണ്ടോന്ന് എനിക്കൊരു സംശയം. എന്നാലും വിഷു ആഘോഷിച്ച് നല്ല രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്ത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.